ഹലോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ഇതാണ് ഒരു ബെറ്റർ സമയം. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മീ. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് നമ്മളെ ചാനലിൽ ഈ 4K ആവാൻ എന്നെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ ആയിരുന്നു അതിലിടുന്നത്. അതൊക്കെ ഒരു ബിഗ് ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ചാനൽ ഒത്തിരി കണ്ടൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇൻട്രോവേർട്ടാണ് കേട്ടോ. ഞാനങ്ങനെ ഒത്തിരി ഫ്രണ്ട്സൊന്നും ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാനും ഒത്തിരി ആൾക്കാരൊന്നുമില്ല. എന്നെ എൻ്റെ ലൈഫിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എന്നെ ഓരോ കണ്ടൻറ്റ് ചെയ്യാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ബ്രദറാണ്. എനിക്കൊരു ബ്രദറുണ്ട്. പുള്ളിക്കാരനാണ് എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന ഞാൻ എന്ന് വെച്ചാൽ അത് പുള്ളിക്കാരനാണ് എന്നെ എല്ലായിടത്തും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോ കണ്ടൻറ്റ് തുടങ്ങി ഫ്ലോപ്പ് ആകുമ്പോഴും അണ്ണനാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നീ ട്രൈ ചെയ്യുന്ന. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഇടാം എന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പം ആദ്യം ഇടുന്നേക്കെ വീഡിയോസൊക്കെ ബിഗ് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങി. എൻ്റെ ടെക്കഡലായാലും വീഡിയോസായാലും എൻ്റെ ഈ ഒരു സ്റ്റൈലാണെങ്കിലും ഞാനൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ മാത്രമായിരിക്കും ഞാനത് തരുന്നത്. എന്നെ ഒത്തിരി കണ്ട സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് പിന്നെ ആരോടൊന്നും പോലും അറിഞ്ഞൂടാ. എന്നാലും എന്നും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് നിങ്ങളുടെ ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംശയങ്ങളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. ഞാനിപ്പോൾ കോളേജിലോട്ടാണ് അടുത്ത പോകുന്നത്. കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ വീഡിയോ ഇടാൻ ടൈം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യും കേട്ടോ വീഡിയോ ഇടാനൊക്കെ. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരാഗ്രഹം നടക്കൂലെന്ന് വിചാരിച്ച്, പറ്റത്തില്ലെന്ന് വിചാരിച്ച് നിങ്ങളിരിക്കുന്ന ഒരാഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം, വിടരുത്. ട്രൈ ചെയ്യണം, എന്നെങ്കിലും എത്തും എവിടെയെങ്കിലും. എന്നിട്ട് ഒരാൾ ചോദിച്ചു, എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനത്തെ കണ്ടൻറ്റെന്ന്. എൻ്റെ പൊന്നെണ്ണ എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്ന, ഇന്നെന്തൊരു എടുക്കുക, ഇന്നെന്തൊരു വീഡിയോ ചെയ്യുക. അങ്ങനെ എനിക്ക് കിട്ടുന്ന, ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തൊന്നുമല്ല ഇരിക്കുന്ന. ഓരോ ദിവസവും അപ്പോൾ എന്ത് തോന്നുന്നു അത് ചെയ്യുന്നത്. അതിപ്പോൾ ചെറിയ കണ്ടൻറ്റുകളായിരിക്കും. ഞാനിങ്ങനെ വലിയ കണ്ടൻറ്റുകളൊന്നുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു കൂടുമ്പോൾ ഒരു 30 സെക്കൻഡ്, അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്ന കേട്ടോ. ഷോർട്സ് മാത്രമേ ഉള്ളൂ, അതൊരു 30 സെക്കൻഡൊക്കെ കാണും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഷോർട്സിലായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ സ്റ്റൈലും എൻ്റെ ഈ ഒരു വൈബും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ കൂടെ നിൽക്കാം. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ഇഷ്ടമാണെങ്കിൽ അതും പറയുക, ഇഷ്ടമില്ലെങ്കിൽ അതും പറയുക. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയണം കേട്ടോ, ഇനി നമ്മുടെ ചാനലിൽ നമുക്ക് ലോങ് വീഡിയോ, വ്ലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയണം. നമ്മുടെ ടെക് കണ്ടൻറ്റുകളൊക്കെ അതേപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഷോർട്സിൽ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ലോങ് വീഡിയോസും ടെക് കണ്ടൻറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയണം. ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട് Q&A ചെയ്യുമെന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കാം. പിന്നെ ഞാൻ വീഡിയോ പിടിക്കുന്നത് ഐപാഡിലാണ്. എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. ഇതിലാണ് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ക്യാപ്കട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പുകൾ, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. അത് അത്രയൊക്കെ ഉള്ളു. എനിക്ക് പറയാം, ഇപ്പം തന്നെ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനാ മുമ്പേ പ്രിപ്പയർഡ് പോലെയല്ല. ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലാൻ ഇട്ട് അങ്ങ് പിടിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആൻഡ് സപ്പോർട്ടിങ് മീ 4K സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എന്തൊരു അഭിപ്രായമാണെങ്കിലും എന്ത് സംശയമാണെങ്കിലും നിങ്ങൾ ചോദിക്കണം. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ടാറ്റാ.